ഇന്ത്യയിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ, അതായത് ഡീപ് സ്റ്റേറ്റ് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കുക, മണിപ്പൂർ പോലുള്ള സംസ്ഥാനങ്ങളെ കത്തിക്കുക, പൗരത്വ ഭേദഗതി നിയമം, കർഷക നിയമം ഭേദഗതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ, ഇതിലൂടെയെല്ലാം തന്നെ വലിയ രീതിയിൽ രാജ്യത്തെ കത്തിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഈ താരിഫിൻ്റെ കാര്യമെന്ന് പറയുന്നത്. അത് ഇന്ത്യക്ക് ഉപകാരമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അമേരിക്കയുടെ പല നെറേറ്റീവുകളും ചടുക്കാൻ ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യക്ക് താരിഫ് ഏർപ്പെടുത്തിയത്? റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നത് കൊണ്ടാണെന്ന് പ്രത്യക്ഷമായി നമ്മൾ പറയുമ്പോഴും പരോക്ഷത്തിൽ അത് അമേരിക്കയുമായി ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ഇന്ത്യ വിസമ്മതിച്ചുകൊണ്ടാണ്. എന്താണ് ആ വ്യാപാര കരാർ? അതായത് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ താരിഫിൽ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യണം. എന്തൊക്കെയാണ് ഉൽപ്പന്നങ്ങൾ? നമ്മുടെ നാട്ടിൽ 8 കോടി കർഷകരുള്ള പശുവിൻ്റെ പാല്, അതും പശുവിൻ്റെ പാലല്ല, നോൺ വെജ് പാൽ അമേരിക്കയ്ക്ക് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണം. അതും ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സ് അമേരിക്കയ്ക്ക് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണം. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഏത് തരത്തിലുള്ള അസുഖങ്ങളാണ് വരിക എന്നുള്ളതൊന്നും പറയാൻ സാധിക്കില്ല. അങ്ങനെ അസുഖം വന്നു കഴിഞ്ഞാൽ അസുഖത്തിനുള്ള മരുന്നും അമേരിക്ക അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യും. ഇതാണ് അമേരിക്കയുടെ പ്ലാൻ. ഇതിന് നരേന്ദ്രമോദി വഴങ്ങിക്കൊടുക്കാൻ തയ്യാറായില്ല. നരേന്ദ്രമോദി ഇതിന് വഴങ്ങിക്കൊടുക്കും എന്നാണ് പല ആൾക്കാരും വിചാരിച്ചിരുന്നത്. അത് മോദിയെക്കുറിച്ച് ഇവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. എന്തായിരുന്നാലും അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ പിടിക്കാൻ പ്ലക്കാർഡുകളുമായി കർഷക സമരത്തിൻ്റെ ടീം സൈഡിൽ റെഡിയായി ഇരിപ്പുണ്ടായിരുന്നു. വലിയൊരു കലാപത്തിലേക്ക് അത് പോയേനെ. എന്നാൽ നരേന്ദ്രമോദിയുടെ മാസ്റ്റർ സ്ട്രോക്ക് തീരുമാനത്തിലൂടെ ഇപ്പോൾ കർഷക നേതാക്കളെല്ലാം തന്നെ വെട്ടിലായിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ കർഷക നേതാക്കൾ ഒന്നടങ്കം സാഷ്ടാംഗം നരേന്ദ്രമോദിയുടെ കാലിൽ വീഴുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഫാർമർ ലീഡറായിട്ടുള്ള ഗുർനാം സിംഗ്, അദ്ദേഹം ഈ കർഷക സമരത്തിന് വലിയ രീതിയിൽ പിന്തുണ കൊടുത്ത, കർഷക സമരത്തെ ലീഡ് ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം കർഷക നിയമങ്ങൾക്കെതിരെ പോരാടിയ ആ വ്യക്തി ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന് US താരിഫ് വിഷയത്തിൽ വലിയ രീതിയിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ കർഷകരുടെ മാനം നരേന്ദ്രമോദി കാത്തു, ആ കർഷകരെ വലിയൊരു വിപത്തിൽ നിന്ന് നരേന്ദ്രമോദി രക്ഷിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രൈസ്ഡ് PM മോഡി ഫോർ ഫേംലി സ്റ്റാൻഡിങ് വിത്ത് ഇന്ത്യൻ ഫാമേഴ്സ്, അതായത് നമ്മുടെ നാട്ടിലെ കർഷകരുടെ കൂടെ അടിയുറച്ചു നിന്നതിന് ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുന്നു എന്നാണ് ഇപ്പോൾ ഗുർനാം സിംഗ് പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് ചാരുണി സെറ്റ് ദ PM സ്റ്റാൻഡ്സ് ഡിസേർവ്സ് ഫുൾ സപ്പോർട്ട് ആൻഡ് അപ്രിസിയേഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു നിലപാടിന് വലിയ രീതിയിലുള്ള അപ്രിസിയേഷൻ അർഹിക്കുന്നു. പോരാത്തതിന് ഫാർമേഴ്സ് ഗ്രൂപ്പ്സ് അക്രോസ് ഇന്ത്യ ഹാവ് വെൽക്കം ദ പ്രൈം മിനിസ്റ്റേഴ്സ് റീസെന്റ് റിമാർക്സ്, നേഷൻ സ്റ്റാൻഡ്സ് റോക്ക് സോളിഡ് വിത്ത് PM എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ ഓരോ കർഷകനും ഇപ്പോൾ നരേന്ദ്രമോദിക്ക് പിന്നിൽ ശക്തമായി അടിയുറച്ച് അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇത് കർഷകരുടെ വിജയമാണ്. ഇത് നമ്മുടെ നാട്ടിൽ വലിയൊരു ധീരനായ പ്രധാനമന്ത്രി ഉള്ളതുകൊണ്ട് മാത്രം നടന്നൊരു വിജയമാണ് എന്നാണ് കർഷക സംഘടനകൾ ഇപ്പോൾ എല്ലാം പറയുന്നത്. അതിലും നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള കർഷക നേതാക്കളുണ്ട്. അവരാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.